ഹലോ, ഇന്ന് നമുക്ക് ഗെൻറ്റിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണാം. അതായത് നമ്മൾ പോകുന്നതൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻസും അടുത്തുള്ള സിറ്റിയൊക്കെ കാണാനല്ലേ. അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ഗെൻറ്റിലുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇതൊരു മ്യൂസിയമാണ്. പക്ഷെ നമ്മളിപ്പോൾ മ്യൂസിയത്തിലേക്കൊന്നും വന്നതല്ല കേട്ടോ. അപ്പം നമ്മൾ ഈ പാർക്ക് കാണാൻ വന്നതാണ്. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് അല്ലേ. ഇതൊന്നും ഭയങ്കര എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും അല്ല കേട്ടോ. ബെൽജിയത്തിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഇത് പാർക്കിൻ്റെ അവിടെയുള്ള ചെറിയൊരു ഗുഹ പോലെ തോന്നി. ഇത് ആർട്ടിഫിഷ്യൽ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണോ. ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി ആയാൽ കയറാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഇപ്പുറത്തെ ഗുഹയിലേക്കും ഒക്കെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. കണ്ട ഇങ്ങനെ നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് കൂടെ നടക്കാൻ. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് വന്നതാട്ടെ. നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. ഗുഹയുടെ ഉള്ളിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഗെൻറ്റിൽ നമ്മളുടെ ഫൈനൽ ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോവും. അപ്പോൾ ഇന്ന് ഫൈനൽ ഡേ ആണ്. മീൻസ് ഇന്നിപ്പോൾ നാളെ നമ്മൾ പുറത്തൊന്നും പോവില്ല. നാളെ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗെൻറ്റ് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊതുവേ ഇപ്പോൾ യൂറോപ്പിലേക്ക് വിസയൊക്കെ എടുത്ത് വരുന്നവർ ഇപ്പോൾ ആംസ്റ്റർഡാം, പാരീസ് അങ്ങനത്തെ സിറ്റികളാണല്ലോ പ്രിഫർ ചെയ്യുക. പക്ഷേ ഇത് നല്ല സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബെൽജിയം നല്ല കൺട്രിയാണ്. പിന്നെ ബ്രസൽസിലായിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു ബെൽജിയം എന്ന് പറയുമ്പോൾ ആളുകൾ വിസിറ്റ് ചെയ്യാറ്. ഗെൻറ്റും നല്ല ഓപ്ഷൻ തന്നെയാണ്. നല്ല ഒരുപാട് കാണാനുണ്ട്. സിറ്റി സെൻറ്റർ തന്നെ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. ഇവരുടെ ലൈഫും നല്ല. പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആൾക്കാരൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കും. ഫോറിനേഴ്സിനെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന തരം ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇംഗ്ലീഷ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഗെൻറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഷെങ്കൻ വിസ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഗെൻറ്റിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ യൂറോപ്യൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി കാണാം. ബൈ ബൈ.